തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് കെഎസ്ആർടിസിയിൽ വ്യാപക സ്ഥലം മാറ്റം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം രണ്ടാം തവണയാണ് കെഎസ്ആർടിസിയിൽ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. 25-ാം തീയതി 60 ജീവനക്കാരെയാണ് സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പേരിൽ ഇറക്കിയ ഉത്തരവ് 25-ാം തീയതിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പല തസ്തികയിലും പ്രമോഷനോടുകൂടിയുള്ള സ്ഥലമാറ്റമാണുള്ളത്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രമോഷനോടുകൂടിയുള്ള സ്ഥലമാറ്റ ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. അനധികൃതമായി സ്ഥലം മാറ്റങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകിക്കൊണ്ടുള്ള ഉത്തരവുകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഇറക്കിയ ആദ്യ ഉത്തരവിൽ 500ഓളം ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേലധികാരികൾക്കും പരാതി നൽകുന്നതിനും തുടർന്നുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതി പ്രവർത്തകരും വിവിധ ട്രേഡ് യൂണിയനുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാ വകുപ്പുകൾക്കും ബാധകമാണെന്നിരിക്കുകയാണ് കെഎസ്ആർടിസിയിൽ ചട്ടലംഘനം നടക്കുന്നത്. ചട്ടലംഘനത്തിനെതിരെ വ്യാപക പരാതി ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തത് ചോദ്യചിഹ്നമായി മാറുകയാണ്. ജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.